ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചു. എടാ കൃത്യമായിട്ട് പറഞ്ഞാല് എനിക്ക് 2 ആഴ്ചയായി നീ പൈസ തന്നിട്ട്, മനസ്സിലായ? പിള്ളേ നോക്കടോ, എത്ര ഉണ്ടോ നോക്ക്. നോക്കടോ. സാറേ 4200. ആ അതോ 4200 രൂപയുണ്ട്. എനിക്ക് മരുന്നും കുഴമ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാ ഈ ഓട്ടോ നിന്നെ കൊണ്ട് ഞാൻ ഓട്ടിപ്പിക്കുന്നത്. അത് നീ എനിക്ക് തരുന്നില്ലെങ്കിൽ പിന്നെ നീ ഈ ഓട്ടോ ഓടിക്കുന്നുണ്ട് എനിക്ക് എന്തുവാടാ ഗുണം? ഗുണം നിനക്ക് മാത്രമല്ലേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതല് ആ ഗുണം ഞാനങ്ങ് നിർത്തുവാ. ഞാനേ വേറെ ആരെങ്കിലും വിളിച്ചേ ഈ ഓട്ടോ ഓടിപ്പിച്ചോളാം. അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഈ പൈസ ഞാൻ എടുത്ത് തരാൻ വേണ്ടി നിന്ന ഡാടാ എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കണം. നീ ഓടിച്ചിട്ടേ അത് നടക്കുന്നില്ല. ആ അപ്പോൾ ഞാൻ പിന്നെ മറ്റൊരു നോക്കുവാ. അല്ല എടാ കമല, നീ എന്ന് എന്റെ കാശ് കൊണ്ട് തന്നാലും മറന്നുപോയോ? ഞാനാ? ആ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ച് അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു തന്ന ആ 4200 രൂപ കളക്ഷനേ എടാ ഇപ്പോഴും എന്റെ പോക്കറ്റിലുണ്ടെന്ന്. കാശ് ഞാനങ്ങ് മറന്നുപോയതാ. ഇവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അല്ലടാ കമല? അല്ലെന്ന്. ഞാൻ ഇതാ ആലോചിച്ചേ, കാശ് കൊടുത്തതാണല്ലോ. പിന്നെ രാഘവ സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്? ആശാനെ, ഇനി ആശാനുകൾ ഞാൻ കാശ് തരില്ല കേട്ടോ. ഇപ്പൊ രാഘവ സാർ എന്നെ സംശയിച്ചില്ലയോ? ഇനി മുതൽ ഞാൻ വേറെ ആരുടെ അടുത്ത് പൈസ കൊടുക്കില്ല. കൃത്യമായിട്ട് ഇതാ ഇവിടെ തന്നെ ഏൽപ്പിച്ചോളാം. അപ്പൊ എനിക്കെതിരെയുള്ള വിലക്ക് മാറിയല്ലോ. പണം കിട്ടിയ സ്ഥിതിക്ക് അപ്പൊ എന്റെ ഓട്ടോശ്രീയായിട്ട് പോവാലോ. അതുവാ ആശ്വാസമായി. ഇപ്പഴാ ജീവൻ തിരിച്ചു വീണേ. എടാ കമല, ഞാൻ ഇപ്പോഴും പറയുവാ, ബന്ധം വേറെ കാശ് വേറെ. കൃത്യമായിട്ട് വാടക തരാക്കി മാത്രം നീ ഓട്ടോ ഓടിയാ മതി കേട്ടാ. എന്താ വിഷ്ണു? അച്ഛാ ഞാനേ ഉടുപ്പിട്ടിട്ട് വരാം. നമുക്കൊരു സ്ഥലം വരെ പോണം. ശരി അച്ഛാ. പിള്ളേ ആ ഡയറിങ്ങ ചേട്ടാ ചുമ്മാ നോയിക്കൊണ്ടിരിക്കുവോ? കണക്ക് പിള്ളേൻ പറഞ്ഞു. കാശ് മനഃപൂർവ്വം മുടക്കിയതല്ല. രാഘവ സാറിന് കൊടുക്കാൻ വേണ്ടി വാടക കരുതി വെച്ചതാ. പക്ഷെ അമ്മയുടെ ഹോസ്പിറ്റൽ ചെലവിന് കാശൊന്നും തികയുന്നില്ല. അടയ്ക്ക് മറ്റൊരു മാർഗമില്ലാതെ വന്നപ്പോ അതടുത്തങ്ങ് അടച്ചു. മുടക്കണ്ടെന്ന് കരുതി. ഇവിടെ മറ്റെന്തെങ്കിലും വഴി കാണാന്ന് കരുതി. എടാ വിഷമിക്കാതടാ. എടാ കമല, നീ എന്നെ ആശാനെന്ന് വിളിക്കുമ്പോ 100% അത് ഉൾക്കൊണ്ട് തന്നെ ഞാൻ ആ വിളി കേൾക്കുന്നത്. ഇങ്ങനൊരു ആവശ്യം വന്നാ നീ നിന്റെ വിഷ്ണു ആശാനോടായിരുന്നെങ്കിൽ കാശ് കടം ചോദിക്കുമായിരുന്നല്ലോ, ഇല്ലേ? ആ അധികാരത്തോട് എന്താടാ നീ എന്നോട് ചോദിക്കാത്തത്? നീ ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാണോ കണ്ടിരിക്കുന്നത്? ഈ സൗഹൃദം എന്ന് പറയുന്നത് ചിരിച്ചും കളിച്ചും നടക്കുന്നതിനപ്പുറം ഇതുപോലുള്ള പരസ്പര സഹായങ്ങളും ഉണ്ടാവണം. എന്നാലേ സുഹൃത്തെന്ന വാക്കിന് അർത്ഥം ഉണ്ടാവുള്ളൂ. നീ എന്നെ ആശാനെന്ന് വിളിക്കുമ്പോ ഞാൻ കേൾക്കുന്നത് ഒരു ആത്മബന്ധത്തിന്റെ പുറത്താ. പോയിക്കോ, ചെല്ല്. ഷുഗർ ചെക്ക് ചെയ്യാൻ അമ്മച്ചിമാര് കാത്തു നിൽക്കുന്നുണ്ടാവും. പിന്നെ നിന്റെ കോളേജുമാരികൾ. വേഗം പോവാൻ നോക്കടാ. എടാ കമല, ഇതേ ശിവനല്ല, ഞങ്ങളുടെ വിഷ്ണുക്കുഞ്ഞ് തന്നെയാ. നമ്മളെ ആശ്രയിക്കുന്നവർക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട് പിള്ളച്ചേട്ടാ?
അത് ശരിയാ. വിഷ്ണുക്കുഞ്ഞിന്റെ സ്ഥാനത്ത് ശിവൻ വന്നപ്പോഴാ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമായത്. ഉണ്ടെങ്കിൽ പറയണം. ഇത്രയൊക്കെ തനിക്ക് ഒപ്പിക്കാമെങ്കിൽ എങ്കിൽ ഞങ്ങൾക്ക് അതും കൂടി ഒപ്പിച്ചതാ. എന്നിട്ട് തന്റെ ആ തല്ലുകൊള്ളി യൂട്യൂബറെ വെച്ച് ഒരു വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്യും. എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞു നടക്കുന്ന തന്നോടൊക്കെ ഇനി എന്ത് പറയാനാ? എത്ര പറഞ്ഞാലും യാതൊരു ഉളുപ്പും ഇല്ലാതെ പിന്നെയും പിന്നെയും തെറ്റുകൾ മാത്രം ചെയ്യും. എന്നെപ്പോലെ അധപ്പതിച്ചൊരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇത്രയും നാണം കെട്ട ഒരാളെ ഇതുപോലൊരു സ്ഥാനത്ത് കാണുന്നതും ആദ്യമായിട്ടാണ്. ADM എന്ന പദവിക്ക് തന്നെ അപമാനം. മാഡം, കേക്ക് മുറിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മാഡത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. സത്യാവസ്ഥ അറിഞ്ഞപ്പോ മറ്റൊരു കേക്ക് മുറിച്ച് അതിന്റെ നിജസ്ഥിതി അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. താൻ മൂലം മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുക. അത് ജോൺ കണ്ടായിരുന്നു. ഞാൻ മൂലോ? അതേത് വീഡിയോ? ഞാൻ കണ്ടില്ലല്ലോ. ജോണിന് നല്ല പരിചയമുള്ള ആളാ ജോണിന്റെ ചങ്ക്. ഇപ്പൊ തന്നെ 1,00,000 മേലെ ആൾക്കാരെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. വരുന്ന കമന്റുകളൊക്കെ ഒന്ന് വായിക്കണം. ഇതിന്റെ കൂടെ കൂട്ടുപ്രതിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് തന്നെയാ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. ജോൺ തന്നെ കണ്ടു നോക്ക്, എന്നിട്ട് തീരുമാനിക്ക് ഉൾപ്പെടണോ വേണ്ടയോ എന്ന്.